എഡ്യൂക്കേസ്റ്റ് അക്കാദമിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കേരള PSCയുടെ വരുന്ന പരീക്ഷകളിൽ പ്രതീക്ഷിക്കാവുന്ന പ്രധാനപ്പെട്ട 100 ചോദ്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കുന്നത്. ചോദ്യങ്ങളിലേക്ക് കടക്കാം. MT വാസുദേവൻ നായരുടെ ഏത് നോവലിലെ കഥാപാത്രമാണ് അപ്പുണ്ണി? MT വാസുദേവൻ നായരുടെ ഏത് നോവലിലെ കഥാപാത്രമാണ് അപ്പുണ്ണി? നാലുകെട്ട്. MT വാസുദേവൻ നായരുടെ നാലുകെട്ട് എന്ന നോവലിലെ കഥാപാത്രമാണ് അപ്പുണ്ണി. ചേസിംഗ് ദ മൺസൂൺ എന്ന പുസ്തകം രചിച്ചതാരാണ്? ചേസിംഗ് ദ മൺസൂൺ എന്ന പുസ്തകം രചിച്ചത് അലക്സാണ്ടർ ഫ്രേറ്റർ. അലക്സാണ്ടർ ഫ്രേറ്ററാണ് ചേസിംഗ് ദ മൺസൂൺ എന്ന പുസ്തകം രചിച്ചത്. ശ്വസനത്തിന് ശേഷം പുറത്തുവിടുന്ന വായുവിലെ നൈട്രജൻ്റെ അളവ് എത്ര ശതമാനമാണ്? ശ്വസനത്തിന് ശേഷം പുറത്തുവിടുന്ന വായുവിലെ നൈട്രജൻ്റെ അളവ് എത്ര ശതമാനമാണ്? 78%. ശ്വസനത്തിന് ശേഷം പുറത്തുവിടുന്ന വായുവിലെ നൈട്രജൻ്റെ അളവ് 78%. ശ്വസനത്തിന് ശേഷം പുറത്തുവിടുന്ന വായുവിലെ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് എത്ര ശതമാനമാണ്? ശ്വസനത്തിന് ശേഷം പുറത്തുവിടുന്ന വായുവിലെ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് എത്ര ശതമാനമാണ്? 4 മുതൽ 5 വരെ ശതമാനം. ശ്വസനത്തിന് ശേഷം പുറത്തുവിടുന്ന വായുവിൽ 4 മുതൽ 5% വരെയാണ് കാർബൺ ഡൈ ഓക്സൈഡ് അടങ്ങിയിരിക്കുക. ആറളം വന്യജീവി സങ്കേതത്തിനുള്ളിലായി സ്ഥിതി ചെയ്യുന്ന വെള്ളച്ചാട്ടം. ആറളം വന്യജീവി സങ്കേതത്തിനുള്ളിലായി സ്ഥിതി ചെയ്യുന്ന വെള്ളച്ചാട്ടം മീൻമുട്ടി വെള്ളച്ചാട്ടം. മീൻമുട്ടി വെള്ളച്ചാട്ടമാണ് ആറളം വന്യജീവി സങ്കേതത്തിനുള്ളിലായി സ്ഥിതി ചെയ്യുന്ന വെള്ളച്ചാട്ടം. ഇടനാട്ടിൽ പ്രധാനമായും കാണപ്പെടുന്ന മണ്ണിനം. ഇടനാട്ടിൽ പ്രധാനമായും കാണപ്പെടുന്ന മണ്ണിനം ലാറ്ററൈറ്റ്. ഇടനാട്ടിൽ പ്രധാനമായും കാണപ്പെടുന്ന മണ്ണിനമാണ് ലാറ്ററൈറ്റ്. ഒരുമ എന്ന പേരിലുള്ള ബില്ലിംഗ് സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്ന സ്ഥാപനം. ഒരുമ എന്ന പേരിലുള്ള ബില്ലിംഗ് സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്ന സ്ഥാപനം KSEB. ഒരുമ എന്ന പേരുള്ള ബില്ലിംഗ് സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്നത് KSEBയിലാണ്. കുട്ടികളിലെ പ്രമേഹ രോഗം തടയുന്നതിനായി കേരള സോഷ്യൽ സെക്യൂരിറ്റി മിഷൻ ആവിഷ്കരിച്ച പദ്ധതി. കുട്ടികളിലെ പ്രമേഹ രോഗം തടയുന്നതിനായി കേരള സോഷ്യൽ സെക്യൂരിറ്റി മിഷൻ ആവിഷ്കരിച്ച പദ്ധതി മിഠായി. മിഠായി പദ്ധതിയാണ് കുട്ടികളിലെ പ്രമേഹ രോഗം തടയുന്നതിനായി കേരള സോഷ്യൽ സെക്യൂരിറ്റി മിഷൻ ആവിഷ്കരിച്ച പദ്ധതി. യൂണിവേഴ്സൽ പോസ്റ്റൽ യൂണിയൻ്റെ ഔദ്യോഗിക ഭാഷ. യൂണിവേഴ്സൽ പോസ്റ്റൽ യൂണിയൻ്റെ ഔദ്യോഗിക ഭാഷ ഫ്രഞ്ച്. ഫ്രഞ്ച് ഭാഷയാണ് യൂണിവേഴ്സൽ പോസ്റ്റൽ യൂണിയൻ്റെ ഔദ്യോഗിക ഭാഷ. സ്വതന്ത്ര ഇന്ത്യയിൽ സിവിൽ സർവീസ് പരീക്ഷ പാസ്സായ ആദ്യ വനിത. സ്വതന്ത്ര ഇന്ത്യയിൽ സിവിൽ സർവീസ് പരീക്ഷ പാസ്സായ ആദ്യ വനിത CB മുത്തമ്മ. 1948 CB മുത്തമ്മയാണ് സ്വതന്ത്ര ഇന്ത്യയിൽ സിവിൽ സർവീസ് പരീക്ഷ പാസ്സായ ആദ്യ വനിതയായത്. യു സെഡ് ഇറ്റ് ആരുടെ കാർട്ടൂണാണ്? യു സെഡ് ഇറ്റ് ആരുടെ കാർട്ടൂണാണ്? RK ലക്ഷ്മൺ. RK ലക്ഷ്മണിൻ്റെ കാർട്ടൂണാണ് യു സെഡ് ഇറ്റ്. ഡൽഹി ഗാന്ധി എന്നറിയപ്പെട്ടത്. ഡൽഹി ഗാന്ധി എന്നറിയപ്പെട്ടത് C കൃഷ്ണൻ നായർ. C കൃഷ്ണൻ നായരാണ് ഡൽഹി ഗാന്ധി എന്നറിയപ്പെട്ടത്. കാളിദാസിൻ്റെ മേഘദൂതം മേഘഛായ എന്ന പേരിൽ മലയാളത്തിലേക്ക് മൊഴിമാറ്റം നടത്തിയതാര്? കാളിദാസിൻ്റെ മേഘദൂതം മേഘഛായ എന്ന പേരിൽ മലയാളത്തിലേക്ക് മൊഴിമാറ്റം നടത്തിയത് G ശങ്കരക്കുറുപ്പ്. G ശങ്കരക്കുറുപ്പാണ് കാളിദാസിൻ്റെ മേഘദൂതം മേഘഛായ എന്ന പേരിൽ മലയാളത്തിലേക്ക് മൊഴിമാറ്റം നടത്തിയത്. ഏത് മൂലകത്തിൻ്റെ അയിരാണ് പിച്ച് ബ്ലെൻഡ്? ഏത് മൂലകത്തിൻ്റെ അയിരാണ് പിച്ച് ബ്ലെൻഡ്? യുറേനിയം. യുറേനിയത്തിൻ്റെ അയിരാണ് പിച്ച് ബ്ലെൻഡ്. വളർച്ചാ വൈകല്യങ്ങളുടെ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന പ്രോട്ടീൻ ഹോർമോൺ. വളർച്ചാ വൈകല്യങ്ങളുടെ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന പ്രോട്ടീൻ ഹോർമോൺ സൊമാറ്റോട്രോപ്പിൻ. സൊമാറ്റോട്രോപ്പിൻ എന്ന ഹോർമോണാണ് വളർച്ചാ വൈകല്യങ്ങളുടെ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന പ്രോട്ടീൻ ഹോർമോൺ. കനലെരിയും കാലം എന്ന ആത്മകഥ ആരുടേതാണ്? കനലെരിയും കാലം എന്ന ആത്മകഥ ആരുടേതാണ്? മേരി ജോൺ കൂത്താട്ടുകുളം. മേരി ജോൺ കൂത്താട്ടുകുളത്തിൻ്റെ ആത്മകഥയുടെ പേരാണ് കനലെരിയും കാലം. കേരളത്തിലെ ആദ്യത്തെ ബാലസൗഹാർദ്ദ ജില്ല. കേരളത്തിലെ ആദ്യത്തെ ബാലസൗഹാർദ്ദ ജില്ല ഇടുക്കി. ഇടുക്കി ജില്ലയാണ് കേരളത്തിലെ ആദ്യത്തെ ബാലസൗഹാർദ്ദ ജില്ല. ഹാൻവീവിൻ്റെ കേരള സ്റ്റേറ്റ് ഹാൻഡ്ലൂം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ലിമിറ്റഡിൻ്റെ ആസ്ഥാനം. ഹാൻവീവിൻ്റെ ആസ്ഥാനം കണ്ണൂർ. കണ്ണൂരാണ് ഹാൻവീവിൻ്റെ ആസ്ഥാനം. ഹാൻടെക്സിൻ്റെ കേരള സ്റ്റേറ്റ് ഹാൻഡ്ലൂം വീവേഴ്സ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡിൻ്റെ ആസ്ഥാനം. ഹാൻടെക്സിൻ്റെ ആസ്ഥാനം തിരുവനന്തപുരം. തിരുവനന്തപുരത്താണ് ഹാൻടെക്സിൻ്റെ ആസ്ഥാനം.
എൻ കെ ദേശം ആരുടെ തൂലികാനാമമാണ്? എൻ കെ ദേശം എന്നത് ആരുടെ തൂലികാനാമമാണ്? എൻ കുട്ടിക്കൃഷ്ണപിള്ള. എൻ കുട്ടിക്കൃഷ്ണപിള്ളയുടെ തൂലികാനാമമാണ് എൻ കെ ദേശം എന്നത്. ഏത് നദിയുടെ പതനസ്ഥാനത്താണ് ഗോവയിലെ വാസ്കോഡഗാമ പട്ടണം സ്ഥിതി ചെയ്യുന്നത്? ഏത് നദിയുടെ പതനസ്ഥാനത്താണ് ഗോവയിലെ വാസ്കോഡഗാമ പട്ടണം സ്ഥിതി ചെയ്യുന്നത്? സുവാരി. സുവാരി നദിയുടെ പതനസ്ഥാനത്താണ് ഗോവയിലെ വാസ്കോഡഗാമ പട്ടണം സ്ഥിതി ചെയ്യുന്നത്. നാഷണൽ ട്യൂബർകുലോസിസ് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാണ്? നാഷണൽ ട്യൂബർകുലോസിസ് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാണ്? ബംഗളൂരു. ബംഗളൂരുവിലാണ് നാഷണൽ ട്യൂബർകുലോസിസ് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ റിസർച്ച് ഇൻ ട്യൂബർകുലോസിസ്, മുമ്പ് ട്യൂബർകുലോസിസ് റിസർച്ച് സെൻറ്റർ എന്നറിയപ്പെട്ടിരുന്നത് എവിടെയാണ്? നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ റിസർച്ച് ഇൻ ട്യൂബർകുലോസിസ് എവിടെയാണ്? ചെന്നൈ. ചെന്നൈയിലാണ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ റിസർച്ച് ഇൻ ട്യൂബർകുലോസിസ് സ്ഥിതി ചെയ്യുന്നത്. മുമ്പ് ഇത് അറിയപ്പെട്ടിരുന്നത് ട്യൂബർകുലോസിസ് റിസർച്ച് സെൻറ്റർ എന്നായിരുന്നു. സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ സ്ഥാപിതമായ വർഷം? സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ സ്ഥാപിതമായ വർഷം 1984. 1984 സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ സ്ഥാപിതമായത്. കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയുടെ അവസാന വരികൾ? കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയുടെ അവസാന വരികൾ സർവ്വരാജ്യ തൊഴിലാളികളെ സംഘടിപ്പിക്കുവിൻ. സർവ്വരാജ്യ തൊഴിലാളികളെ സംഘടിക്കുവിൻ എന്നതായിരുന്നു കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയുടെ അവസാന വരികൾ. എല്ലാ വർഷവും ലോക മുലയൂട്ടൽ വാരമായി ആചരിക്കുന്ന കാലയളവ്? എല്ലാ വർഷവും ലോക മുലയൂട്ടൽ വാരമായി ആചരിക്കുന്ന കാലയളവ് ഓഗസ്റ്റ് 1 മുതൽ 7 വരെ. ഓഗസ്റ്റ് 1 മുതൽ 7 വരെയാണ് എല്ലാ വർഷവും ലോക മുലയൂട്ടൽ വാരമായി ആചരിക്കുന്ന കാലയളവ്. കുടുംബശ്രീ ആരംഭിച്ച സമയത്തെ കേരള മുഖ്യമന്ത്രി? കുടുംബശ്രീ ആരംഭിച്ച സമയത്തെ കേരള മുഖ്യമന്ത്രി ഇ കെ നായനാർ. ഇ കെ നായനാരായിരുന്നു 1998 കുടുംബശ്രീ ആരംഭിക്കുമ്പോൾ കേരള മുഖ്യമന്ത്രിയായിരുന്നത്. ബ്രിട്ടീഷ് ഇന്ത്യൻ അസോസിയേഷൻ്റെ ആദ്യ സെക്രട്ടറി? ബ്രിട്ടീഷ് ഇന്ത്യൻ അസോസിയേഷൻ്റെ ആദ്യ സെക്രട്ടറി ദേബേന്ദ്രനാഥ ടാഗോർ. ദേബേന്ദ്രനാഥ ടാഗോർ ആയിരുന്നു ബ്രിട്ടീഷ് ഇന്ത്യൻ അസോസിയേഷൻ്റെ ആദ്യ സെക്രട്ടറി. ഇനി ക്ഷേത്ര നിർമ്മാണമല്ല വിദ്യാലയ നിർമ്മാണമാണ് ജനതയ്ക്ക് വേണ്ടത്. പ്രധാന ദേവാലയം വിദ്യാലയം തന്നെയാകണം എന്ന് പറഞ്ഞത്. ഇനി ക്ഷേത്ര നിർമ്മാണമല്ല വിദ്യാലയ നിർമ്മാണമാണ് ജനതയ്ക്ക് വേണ്ടത്. പ്രധാന ദേവാലയം വിദ്യാലയം തന്നെയാകണം എന്ന് പറഞ്ഞത് ശ്രീനാരായണ ഗുരു. ഇനി ക്ഷേത്ര നിർമ്മാണമല്ല വിദ്യാലയ നിർമ്മാണമാണ് ജനതയ്ക്ക് വേണ്ടത്. പ്രധാന ദേവാലയം വിദ്യാലയം തന്നെയാകണം. ഇത് ശ്രീനാരായണ ഗുരുവിൻ്റെ വാക്കുകളാണ്. ആവർത്തന പട്ടികയിലെ 101ാമത്തെ മൂലകം? ആവർത്തന പട്ടികയിലെ 101ാമത്തെ മൂലകം മെൻഡലേവിയം. മെൻഡലേവിയമാണ് ആവർത്തന പട്ടികയിലെ 101ാമത്തെ മൂലകം. 1960 മുതൽ 1970 വരെ ഗുജറാത്തിൻ്റെ തലസ്ഥാനമായിരുന്ന നഗരം? 1960 മുതൽ 1970 വരെ ഗുജറാത്തിൻ്റെ തലസ്ഥാനമായിരുന്ന നഗരം അഹമ്മദാബാദ്. അഹമ്മദാബാദ് ആയിരുന്നു 1960 മുതൽ 1970 വരെ ഗുജറാത്തിൻ്റെ തലസ്ഥാനമായിരുന്ന നഗരം. കേശവദേവിൻ്റെ ഏത് നോവലിലെ കഥാപാത്രമാണ് പപ്പു? കേശവദേവിൻ്റെ ഏത് നോവലിലെ കഥാപാത്രമാണ് പപ്പു? ഓടയിൽ നിന്ന്. കേശവദേവിൻ്റെ ഓടയിൽ നിന്ന് എന്ന നോവലിലെ കഥാപാത്രമാണ് പപ്പു. എനിക്ക് രക്തം തരൂ ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം എന്ന് പറഞ്ഞത്? എനിക്ക് രക്തം തരൂ ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം എന്ന് പറഞ്ഞത് സുഭാഷ് ചന്ദ്രബോസ്. സുഭാഷ് ചന്ദ്രബോസിൻ്റെ വാക്കുകളായിരുന്നു എനിക്ക് രക്തം തരൂ ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം എന്നത്. എത്ര നാഴികയാണ് ഒരു യാമം? എത്ര നാഴികയാണ് ഒരു യാമം? 7.5. 7.5 നാഴികയാണ് ഒരു യാമം. തിരുവിതാംകൂറിലെ ഝാൻസി റാണി എന്നറിയപ്പെട്ടത്? തിരുവിതാംകൂറിലെ ഝാൻസി റാണി എന്നറിയപ്പെട്ടത് അക്കാമ ചെറിയാൻ. അക്കാമ ചെറിയാനാണ് തിരുവിതാംകൂറിലെ ഝാൻസി റാണി എന്നറിയപ്പെട്ടത്. ട്രോപ്പിക്കൽ ബൊട്ടാണിക്കൽ ഗാർഡൻ ആൻഡ് റിസർച്ച് സെൻറ്റർ ഏത് ജില്ലയിലാണ്? ട്രോപ്പിക്കൽ ബൊട്ടാണിക്കൽ ഗാർഡൻ ആൻഡ് റിസർച്ച് സെൻറ്റർ ഏത് ജില്ലയിലാണ്? തിരുവനന്തപുരം. തിരുവനന്തപുരം ജില്ലയിലാണ് ട്രോപ്പിക്കൽ ബൊട്ടാണിക്കൽ ഗാർഡൻ ആൻഡ് റിസർച്ച് സെൻറ്റർ സ്ഥിതി ചെയ്യുന്നത്. ചെമ്മരിയാടിൻ്റെ രോമക്കെട്ടുകൾ പോലെ കാണപ്പെടുന്ന മേഘങ്ങൾ? ചെമ്മരിയാടിൻ്റെ രോമക്കെട്ടുകൾ പോലെ കാണപ്പെടുന്ന മേഘങ്ങൾ ക്യുമുലസ് മേഘങ്ങൾ. ക്യുമുലസ് മേഘങ്ങളാണ് ചെമ്മരിയാടിൻ്റെ രോമക്കെട്ടുകൾ പോലെ കാണപ്പെടുന്ന മേഘങ്ങൾ. പമ്മൻ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെട്ടത്? പമ്മൻ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെട്ടത് ആർ പരമേശ്വരമേനോൻ. ആർ പരമേശ്വരമേനോനാണ് പമ്മൻ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെട്ടത്. പാചകപാത്രങ്ങളുടെ കൈപ്പിടി നിർമ്മിക്കുന്നതിന് ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക്? പാചകപാത്രങ്ങളുടെ
കൈപ്പിടി നിർമ്മിക്കുന്നതിന് ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക്? ബേക്കലൈറ്റ്. ബേക്കലൈറ്റ് ആണ് പാചകപാത്രങ്ങളുടെ കൈപ്പിടി നിർമ്മിക്കുന്നതിന് ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക്. മാഗ്നറ്റൈറ്റ് ഏതിൻ്റെ അയിരാണ്? മാഗ്നറ്റൈറ്റ് ഏതിൻ്റെ അയിരാണ്? ഇരുമ്പ്. ഇരുമ്പിൻ്റെ അയിരാണ് മാഗ്നറ്റൈറ്റ്. ഉഷ സ്കൂൾ ഓഫ് അത്ലറ്റിക്സ് എവിടെയാണ്? ഉഷ സ്കൂൾ ഓഫ് അത്ലറ്റിക്സ് എവിടെയാണ്? കിനാലൂർ. കോഴിക്കോടിലെ കിനാലൂരാണ് ഉഷ സ്കൂൾ ഓഫ് അത്ലറ്റിക്സ് സ്ഥിതി ചെയ്യുന്നത്. റൂർക്കേല സ്റ്റീൽ പ്ലാന്റിൻ്റെ നിർമ്മാണത്തിൽ സഹകരിച്ച രാജ്യം? റൂർക്കേല സ്റ്റീൽ പ്ലാന്റിൻ്റെ നിർമ്മാണത്തിൽ സഹകരിച്ച രാജ്യം ജർമ്മനി. ജർമ്മനിയാണ് റൂർക്കേല സ്റ്റീൽ പ്ലാന്റിൻ്റെ നിർമ്മാണത്തിൽ സഹകരിച്ച രാജ്യം. ഇന്ത്യയിൽ പോർച്ചുഗീസ് സാമ്രാജ്യം സ്ഥാപിച്ചത്? ഇന്ത്യയിൽ പോർച്ചുഗീസ് സാമ്രാജ്യം സ്ഥാപിച്ചത് അഫോൺസോ ഡി അൽബുക്കർക്ക്. അഫോൺസോ ഡി അൽബുക്കർക്കാണ് ഇന്ത്യയിൽ പോർച്ചുഗീസ് സാമ്രാജ്യം സ്ഥാപിച്ചത്. രത്നമണികൾ എന്ന കവിതാ സമാഹാരം രചിച്ചത്? രത്നമണികൾ എന്ന കവിതാ സമാഹാരം രചിച്ചത് പൊയ്കയിൽ യോഹന്നാൻ. പൊയ്കയിൽ യോഹന്നാനാണ് രത്നമണികൾ എന്ന കവിതാ സമാഹാരം രചിച്ചത്. കേരളത്തിലെ ഏറ്റവും വടക്കേ അറ്റത്തെ ബ്ലോക്ക് പഞ്ചായത്ത്? കേരളത്തിലെ ഏറ്റവും വടക്കേ അറ്റത്തെ ബ്ലോക്ക് പഞ്ചായത്ത് മഞ്ചേശ്വരം. മഞ്ചേശ്വരമാണ് കേരളത്തിലെ ഏറ്റവും വടക്കേ അറ്റത്തെ ബ്ലോക്ക് പഞ്ചായത്ത്. കേരളത്തിലെ ഏറ്റവും വടക്കേ അറ്റത്തെ താലൂക്ക്? കേരളത്തിലെ ഏറ്റവും വടക്കേ അറ്റത്തെ താലൂക്കും മഞ്ചേശ്വരം തന്നെയാണ്. മഞ്ചേശ്വരമാണ് കേരളത്തിലെ ഏറ്റവും വടക്കേ അറ്റത്തെ താലൂക്ക്. ഏത് രാജാവിൻ്റെ കാലത്താണ് തിരുവിതാംകൂറും മദ്രാസ് സംസ്ഥാനവുമായി മുല്ലപ്പെരിയാർ അണക്കെട്ട് സംബന്ധിച്ച കരാറിൽ ഏർപ്പെട്ടത്? ഏത് രാജാവിൻ്റെ കാലത്താണ് തിരുവിതാംകൂറും മദ്രാസ് സംസ്ഥാനവുമായി മുല്ലപ്പെരിയാർ അണക്കെട്ട് സംബന്ധിച്ച കരാറിൽ ഏർപ്പെട്ടത്? ശ്രീമൂലം തിരുനാൾ. ശ്രീമൂലം തിരുനാൾ രാജാവിൻ്റെ കാലത്താണ് തിരുവിതാംകൂറും മദ്രാസ് സംസ്ഥാനവുമായി മുല്ലപ്പെരിയാർ അണക്കെട്ട് സംബന്ധിച്ച കരാറിൽ ഏർപ്പെട്ടത്. ആധുനിക തിരുവിതാംകൂറിൻ്റെ ശില്പി? ആധുനിക തിരുവിതാംകൂറിൻ്റെ ശില്പി എന്നറിയപ്പെടുന്നത് മാർത്താണ്ഡവർമ്മ. മാർത്താണ്ഡവർമ്മയാണ് ആധുനിക തിരുവിതാംകൂറിൻ്റെ ശില്പി. ടെലസ്കോപ്പ് കണ്ടുപിടിച്ചത്? ടെലസ്കോപ്പ് കണ്ടുപിടിച്ചത് ഗലീലിയോ. ഗലീലിയോയാണ് ടെലസ്കോപ്പ് കണ്ടുപിടിച്ചത്. ടെലിവിഷനിലെ പ്രാഥമിക നിറങ്ങൾ? ടെലിവിഷനിലെ പ്രാഥമിക നിറങ്ങൾ ചുവപ്പ്, പച്ച, നീല. ചുവപ്പ്, പച്ച, നീല എന്നിവയാണ് ടെലിവിഷനിലെ പ്രാഥമിക നിറങ്ങൾ. സ്വതന്ത്ര ഇന്ത്യയിലെ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ വ്യക്തി? സ്വതന്ത്ര ഇന്ത്യയിലെ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ വ്യക്തി മഹാത്മാഗാന്ധി. മഹാത്മാഗാന്ധിയാണ് സ്വതന്ത്ര ഇന്ത്യയിലെ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ വ്യക്തി. ഇന്ത്യയിലെ ഏറ്റവും വലിയ തുറമുഖം? ഇന്ത്യയിലെ ഏറ്റവും വലിയ തുറമുഖം മുംബൈ. മുംബൈ തുറമുഖമാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ തുറമുഖം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യത്തെ ജനറൽ സെക്രട്ടറി? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യത്തെ ജനറൽ സെക്രട്ടറി എ.ഒ. ഹ്യൂം. എ.ഒ. ഹ്യൂമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യത്തെ ജനറൽ സെക്രട്ടറി. സത്യമേവ ജയതേ എന്നത് ഏത് ഉപനിഷത്തിൽ നിന്നാണ് എടുത്തിട്ടുള്ളത്? സത്യമേവ ജയതേ എന്നത് ഏത് ഉപനിഷത്തിൽ നിന്നാണ് എടുത്തിട്ടുള്ളത്? മുണ്ടകോപനിഷത്ത്. മുണ്ടകോപനിഷത്തിൽ നിന്നുമാണ് സത്യമേവ ജയതേ എന്നത് എടുത്തിട്ടുള്ളത്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ദേശീയോദ്യാനങ്ങളുള്ള സംസ്ഥാനം? ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ദേശീയോദ്യാനങ്ങളുള്ള സംസ്ഥാനം മധ്യപ്രദേശ്. മധ്യപ്രദേശാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ദേശീയോദ്യാനങ്ങളുള്ള സംസ്ഥാനം. ഇന്ത്യയിൽ പിൻകോഡ് സംവിധാനം നിലവിൽ വന്ന വർഷം? ഇന്ത്യയിൽ പിൻകോഡ് സംവിധാനം നിലവിൽ വന്ന വർഷം 1972. 1972 ഇന്ത്യയിൽ പിൻകോഡ് സംവിധാനം നിലവിൽ വന്നത്. ജി.കെ. ദേവധറും രമാഭായി റാനഡയും ചേർന്ന് പൂനെ സേവാ സദൻ സ്ഥാപിച്ച വർഷം? ജി.കെ. ദേവധറും രമാഭായി റാനഡയും ചേർന്ന് പൂനെ സേവാ സദൻ സ്ഥാപിച്ച വർഷം 1909. 1909 ജി.കെ. ദേവധറും രമാഭായി റാനഡയും ചേർന്ന് പൂനെ സേവാ സദൻ സ്ഥാപിച്ചത്. ഓറഞ്ചിൻ്റെ ഗന്ധമുള്ള എസ്റ്റർ? ഓറഞ്ചിൻ്റെ ഗന്ധമുള്ള എസ്റ്റർ ഒക്ടൈൽ അസറ്റേറ്റ്. ഒക്ടൈൽ അസറ്റേറ്റ് ആണ് ഓറഞ്ചിൻ്റെ ഗന്ധമുള്ള എസ്റ്റർ. റിഫ്ലക്റ്റിംഗ് ടെലസ്കോപ്പിൽ ഉപയോഗിക്കുന്ന ലോഹം? റിഫ്ലക്റ്റിംഗ് ടെലസ്കോപ്പിൽ ഉപയോഗിക്കുന്ന ലോഹം അലൂമിനിയം. അലൂമിനിയമാണ് റിഫ്ലക്റ്റിംഗ് ടെലസ്കോപ്പിൽ ഉപയോഗിക്കുന്ന ലോഹം. സ്പോർട്സ് ബിൽ പാസാക്കിയ ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം? സ്പോർട്സ് ബിൽ പാസാക്കിയ ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം കേരളം. കേരളമാണ് സ്പോർട്സ് ബിൽ പാസാക്കിയ ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം. ചലിച്ചുകൊണ്ടിരിക്കുന്ന ദ്രാവക പടലങ്ങൾക്കിടയിൽ അവയുടെ ചലനത്തെ തടസ്സപ്പെടുത്തുന്ന രീതിയിൽ അനുഭവപ്പെടുന്ന ഘർഷണബലം? ചലിച്ചുകൊണ്ടിരിക്കുന്ന ദ്രാവക പടലങ്ങൾക്കിടയിൽ അവയുടെ ചലനത്തെ തടസ്സപ്പെടുത്തുന്ന രീതിയിൽ അനുഭവപ്പെടുന്ന ഘർഷണബലം വിസ്കസ് ബലം. ചലിച്ചുകൊണ്ടിരിക്കുന്ന ദ്രാവക പടലങ്ങൾക്കിടയിൽ അവയുടെ ചലനത്തെ തടസ്സപ്പെടുത്തുന്ന രീതിയിൽ അനുഭവപ്പെടുന്ന ഘർഷണബലമാണ് വിസ്കസ് ബലം. ബോറാക്സ് എന്തിൻ്റെ അയിരാണ്? ബോറാക്സ് എന്തിൻ്റെ അയിരാണ്? സോഡിയം. സോഡിയത്തിൻ്റെ അയിരാണ് ബോറാക്സ്.
ലിംക ട്രോഫി ഏത് ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ലിംക ട്രോഫി ഏത് ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ചെസ്സുമായിട്ടാണ് ലിംക ട്രോഫി ബന്ധപ്പെട്ടിരിക്കുന്നത്. ഇന്ത്യയിൽ ഏത് പ്രസ്ഥാനം ആരംഭിച്ചപ്പോഴാണ് യഥാർത്ഥത്തിൽ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം ആരംഭിക്കുന്നതായി ചരിത്രകാരന്മാർ വിലയിരുത്തുന്നത്? ഇന്ത്യയിൽ ഏത് പ്രസ്ഥാനം ആരംഭിച്ചപ്പോഴാണ് യഥാർത്ഥത്തിൽ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം ആരംഭിക്കുന്നതായി ചരിത്രകാരന്മാർ വിലയിരുത്തുന്നത്? സ്വദേശി പ്രസ്ഥാനം. ഇന്ത്യയിൽ സ്വദേശി പ്രസ്ഥാനം ആരംഭിച്ചപ്പോഴാണ് യഥാർത്ഥത്തിൽ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം ആരംഭിക്കുന്നതായി ചരിത്രകാരന്മാർ വിലയിരുത്തുന്നത്. പാലിയം സത്യാഗ്രഹത്തിൻ്റെ എത്രാം ദിവസമാണ് A.G. വേലായുധൻ മരണപ്പെട്ടത്? പാലിയം സത്യാഗ്രഹത്തിൻ്റെ എത്രാം ദിവസമാണ് A.G. വേലായുധൻ മരണപ്പെട്ടത്? 100-ാം ദിവസം. പാലിയം സത്യാഗ്രഹത്തിൻ്റെ 100-ാം ദിവസമായിരുന്നു A.G. വേലായുധൻ മരണപ്പെട്ടത്. സ്വദേശി മിത്രൻ എന്ന പത്രത്തിൻ്റെ സ്ഥാപകൻ G. സുബ്രഹ്മണ്യ അയ്യർ. സുബ്രഹ്മണ്യ അയ്യറാണ് സ്വദേശി മിത്രൻ എന്ന പത്രത്തിൻ്റെ സ്ഥാപകൻ. ചമ്പാരൻ സത്യാഗ്രഹം നടത്താൻ ഗാന്ധിജിയെ പ്രേരിപ്പിച്ച കർഷകൻ രാജ്കുമാർ ശുക്ലയാണ് ചമ്പാരൻ സത്യാഗ്രഹം നടത്താൻ ഗാന്ധിജിയെ പ്രേരിപ്പിച്ച കർഷകൻ. ഏത് ആരാധനാലയത്തിൻ്റെ തെക്കേ കവാടമാണ് അലൈ ദർവാസ? കൂവത്ത് ഉൽ ഇസ്ലാം മോസ്ക് എന്ന ആരാധനാലയത്തിൻ്റെ തെക്കേ കവാടമാണ് അലൈ ദർവാസ. S.K. പൊറ്റക്കാട്ടിൻ്റെ ഏത് നോവലിലെ കഥാപാത്രമാണ് ശ്രീധരൻ? ഒരു ദേശത്തിൻ്റെ കഥ. S.K. പൊറ്റക്കാട്ടിൻ്റെ ഒരു ദേശത്തിൻ്റെ കഥ എന്ന നോവലിലെ കഥാപാത്രമാണ് ശ്രീധരൻ. ഏത് യൂറോപ്യൻ ശക്തിയുമായിട്ടാണ് കൃഷ്ണദേവരായർക്ക് സൗഹൃദ ബന്ധം ഉണ്ടായിരുന്നത്? പോർച്ചുഗലുമായിട്ടാണ് കൃഷ്ണദേവരായർക്ക് സൗഹൃദ ബന്ധം ഉണ്ടായിരുന്നത്. തകഴിയുടെ ഏത് നോവലിലെ കഥാപാത്രമാണ് ചുടലമുത്തു? തോട്ടിയുടെ മകൻ എന്ന നോവലിലെ കഥാപാത്രമാണ് ചുടലമുത്തു. അമേരിക്കയിലെ ടെന്നസി വാലി പദ്ധതിയുടെ മാതൃകയിലുള്ള ഇന്ത്യൻ പദ്ധതി ദാമോദർ വാലി. അമേരിക്കയിലെ ടെന്നസി വാലി പദ്ധതിയുടെ മാതൃകയിലുള്ള ഇന്ത്യൻ പദ്ധതിയാണ് ദാമോദർ വാലി പദ്ധതി. M. മുകുന്ദൻ്റെ ഏത് നോവലിലെ കഥാപാത്രമാണ് ദാസൻ? മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ. M. മുകുന്ദൻ്റെ മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ എന്ന നോവലിലെ കഥാപാത്രമാണ് ദാസൻ. ഉപനിഷത്തുക്കളെ അടിസ്ഥാനമാക്കി സുകുമാർ അഴീക്കോട് രചിച്ച ഗ്രന്ഥം തത്വമസിയാണ് ഉപനിഷത്തുക്കളെ അടിസ്ഥാനമാക്കി സുകുമാർ അഴീക്കോട് രചിച്ച ഗ്രന്ഥം. ലിപ്പിഡോലൈറ്റ് എന്തിൻ്റെ അയിരാണ്? ലിഥിയത്തിൻ്റെ അയിരാണ് ലിപ്പിഡോലൈറ്റ്. ഒരു പീരിയഡിൽ ഇടത്തുനിന്ന് വലത്തോട്ട് പോകുന്തോറും ആറ്റത്തിൻ്റെ വലുപ്പത്തിന് എന്തുമാറ്റം സംഭവിക്കുന്നു? കുറയുന്നു. ഒരു പീരിയഡിൽ ഇടത്തുനിന്ന് വലത്തോട്ട് പോകുന്തോറും ആറ്റത്തിൻ്റെ വലുപ്പം കുറയുന്നു. ഒരു ഗ്രൂപ്പിൽ മുകളിൽ നിന്ന് താഴേക്ക് വരുമ്പോൾ ആറ്റത്തിൻ്റെ വലുപ്പത്തിന് എന്തുമാറ്റം സംഭവിക്കുന്നു? കൂടുന്നു. ഒരു ഗ്രൂപ്പിൽ മുകളിൽ നിന്ന് താഴേക്ക് വരുമ്പോൾ ആറ്റത്തിൻ്റെ വലുപ്പം കൂടുന്നു. ഒരു പീരിയഡിൽ ഇടത്തുനിന്ന് വലത്തോട്ട് പോകുന്തോറും അയോണീകരണ എൻതാൽപ്പിക്ക് എന്തുമാറ്റം സംഭവിക്കുന്നു? കൂടുന്നു. ഒരു പീരിയഡിൽ ഇടത്തുനിന്ന് വലത്തോട്ട് പോകുന്തോറും അയോണീകരണ എൻതാൽപ്പി കൂടുന്നു. ഒരു ഗ്രൂപ്പിൽ മുകളിൽ നിന്ന് താഴേക്ക് വരുമ്പോൾ അയോണീകരണ എൻതാൽപ്പിക്ക് എന്തുമാറ്റം സംഭവിക്കുന്നു? കുറയുന്നു. ഒരു ഗ്രൂപ്പിൽ മുകളിൽ നിന്ന് താഴേക്ക് വരുമ്പോൾ അയോണീകരണ എൻതാൽപ്പി കുറയുന്നു. 1657 അമ്പഴക്കാട്ട് പ്രസ് തുടങ്ങിയ പാതിരി ഇഗ്നേഷ്യസ് പാതിരിയാണ് 1657 അമ്പഴക്കാട്ട് പ്രസ് തുടങ്ങിയ പാതിരി. 1857 വിപ്ലവകാലത്ത് മണിറാം ദത്ത എവിടെയാണ് പ്രവർത്തനം നടത്തിയത്? 1857 വിപ്ലവകാലത്ത് മണിറാം ദത്ത എവിടെയാണ് പ്രവർത്തനം നടത്തിയത്? അസം. 1857 വിപ്ലവകാലത്ത് മണിറാം ദത്ത
അസമിലായിരുന്നു പ്രവർത്തനം നടത്തിയത്. പാലിയം സത്യാഗ്രഹത്തിൻ്റെ നേതൃത്വം ഏറ്റെടുക്കാൻ വന്ന ഏത് നേതാവിനെയാണ് കൊച്ചി സർക്കാർ തടഞ്ഞത്? പാലിയം സത്യാഗ്രഹത്തിൻ്റെ നേതൃത്വം ഏറ്റെടുക്കാൻ വന്ന ഏത് നേതാവിനെയാണ് കൊച്ചി സർക്കാർ തടഞ്ഞത്? AK ഗോപാലൻ. പാലിയം സത്യാഗ്രഹത്തിൻ്റെ നേതൃത്വം ഏറ്റെടുക്കാൻ വന്ന AK ഗോപാലിനെയായിരുന്നു കൊച്ചി സർക്കാർ തടഞ്ഞത്. ഏത് രാജ്യത്താണ് സൈനിക അട്ടിമറി ശ്രമങ്ങൾ തടയുന്നതിനായി ഇന്ത്യൻ സൈന്യം 1988 ഓപ്പറേഷൻ കാക്ടസ് നടത്തിയത്? ഏത് രാജ്യത്താണ് സൈനിക അട്ടിമറി ശ്രമങ്ങൾ തടയുന്നതിനായി ഇന്ത്യൻ സൈന്യം 1988 ഓപ്പറേഷൻ കാക്ടസ് നടത്തിയത്? മാലിദ്വീപ്. മാലിദ്വീപിലെ സൈനിക അട്ടിമറി ശ്രമങ്ങൾ തടയുന്നതിനായിട്ടാണ് ഇന്ത്യൻ സൈന്യം 1988 ഓപ്പറേഷൻ കാക്ടസ് നടത്തിയത്. തേനിൻ്റെ ഗന്ധമുള്ള എസ്റ്റർ. തേനിൻ്റെ ഗന്ധമുള്ള എസ്റ്റർ മീഥൈൽ ഫിനൈൽ അസറ്റേറ്റ്. മീഥൈൽ ഫിനൈൽ അസറ്റേറ്റ് ആണ് തേനിൻ്റെ ഗന്ധമുള്ള എസ്റ്റർ. വലിച്ചു നിർത്തിയിരിക്കുന്ന റബ്ബർ ബാൻഡിൽ രൂപം കൊള്ളുന്ന ഊർജ്ജം. വലിച്ചു നിർത്തിയിരിക്കുന്ന റബ്ബർ ബാൻഡിൽ രൂപം കൊള്ളുന്ന ഊർജ്ജം സ്ഥിതികോർജ്ജം. വലിച്ചു നിർത്തിയിരിക്കുന്ന റബ്ബർ ബാൻഡിൽ രൂപം കൊള്ളുന്ന ഊർജ്ജം സ്ഥിതികോർജ്ജമാണ്. ഏത് കൊച്ചി രാജാവാണ് മിടുക്കൻ തമ്പുരാൻ എന്നറിയപ്പെട്ടത്? ഏത് കൊച്ചി രാജാവാണ് മിടുക്കൻ തമ്പുരാൻ എന്നറിയപ്പെട്ടത്? രാമവർമ്മ ആറാമൻ. കൊച്ചി രാജാവായിരുന്ന രാമവർമ്മ ആറാമനാണ് മിടുക്കൻ തമ്പുരാൻ എന്നറിയപ്പെട്ടിരുന്നത്. അറ്റ് ദ ടേൺ ഓഫ് ദി ടൈഡ് ഏത് തിരുവിതാംകൂർ ഭരണാധികാരിയുടെ ജീവചരിത്രമാണ്? അറ്റ് ദ ടേൺ ഓഫ് ദ ടൈഡ് ഏത് തിരുവിതാംകൂർ ഭരണാധികാരിയുടെ ജീവചരിത്രമാണ്? സേതുലക്ഷ്മിബായി. തിരുവിതാംകൂർ ഭരണാധികാരിയായിരുന്ന സേതുലക്ഷ്മിബായിയുടെ ജീവചരിത്രമാണ് അറ്റ് ദ ടേൺ ഓഫ് ദ ടൈഡ്. റേഷൻ കാർഡിലെ ഡിജിറ്റുകളുടെ എണ്ണം. റേഷൻ കാർഡിലെ ഡിജിറ്റുകളുടെ എണ്ണം 10. റേഷൻ കാർഡിൽ 10 ഡിജിറ്റുകളാണ് ഉള്ളത്. ഏത് അവയവുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയയാണ് ബൈപ്പാസ് സർജറി? ഏത് അവയവുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയയാണ് ബൈപ്പാസ് സർജറി? ഹൃദയം. ഹൃദയവുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയയാണ് ബൈപ്പാസ് സർജറി. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയുടെ ഉപദേശകനായിരുന്ന BN റാവു ഏത് അയൽ രാജ്യത്തിൻ്റെ ഭരണഘടന നിർമ്മിക്കുന്നതിനാണ് സഹായം നൽകിയത്? ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയുടെ ഉപദേശകനായിരുന്ന BN റാവു ഏത് അയൽ രാജ്യത്തിൻ്റെ ഭരണഘടന നിർമ്മിക്കുന്നതിനാണ് സഹായം നൽകിയത്? മ്യാൻമർ. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയുടെ ഉപദേശകനായിരുന്ന BN റാവു മ്യാൻമറിൻ്റെ ഭരണഘടന നിർമ്മിക്കുന്നതിനാണ് സഹായം നൽകിയത്. ഇന്ത്യയിൽ ആദ്യത്തെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറായിരുന്ന സുകുമാർ സെൻ ഏത് ആഫ്രിക്കൻ രാജ്യത്താണ് ആദ്യത്തെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറായി പ്രവർത്തിച്ചത്? ഇന്ത്യയിലെ ആദ്യത്തെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറായിരുന്ന സുകുമാർ സെൻ ഏത് ആഫ്രിക്കൻ രാജ്യത്താണ് ആദ്യത്തെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറായി പ്രവർത്തിച്ചത്? സുഡാൻ. ഇന്ത്യയിലെ ആദ്യത്തെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറായിരുന്ന സുകുമാർ സെൻ ആഫ്രിക്കൻ രാജ്യമായ സുഡാനിലാണ് ആദ്യത്തെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറായി പ്രവർത്തിച്ചത്. ഇന്ത്യയുടെ ആദ്യത്തെ നാനോ ഉപഗ്രഹം. ഇന്ത്യയുടെ ആദ്യത്തെ നാനോ ഉപഗ്രഹം ജുഗ്നു. ജുഗ്നു ആണ് ഇന്ത്യയുടെ ആദ്യത്തെ നാനോ ഉപഗ്രഹം. മാതംഗലീലയുടെ കർത്താവ്. മാതംഗലീലയുടെ കർത്താവ് തിരുമംഗലത്ത് നീലകണ്ഠൻ മൂസത്ത്. തിരുമംഗലത്ത് നീലകണ്ഠൻ മൂസത്താണ് മാതംഗലീലയുടെ കർത്താവ്. മാതംഗലീല മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയ കവി. മാതംഗലീല മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയ കവി വള്ളത്തോൾ. വള്ളത്തോളാണ് മാതംഗലീല മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയ കവി. 1857 കലാപകാലത്ത് അവധ് മേഖലയിൽ കലാപത്തിൻ്റെ വിളക്കുമാടം എന്നറിയപ്പെട്ടതാര്? 1857 കലാപകാലത്ത് അവധ് മേഖലയിൽ കലാപത്തിൻ്റെ വിളക്കുമാടം എന്നറിയപ്പെട്ടത് മൗലവി അഹമ്മദുള്ള. മൗലവി അഹമ്മദുള്ളയായിരുന്നു 1857 കലാപകാലത്ത് അവധ് മേഖലയിൽ കലാപത്തിൻ്റെ വിളക്കുമാടം എന്നറിയപ്പെട്ടത്. ഫാഗോസൈറ്റ് എന്നും അറിയപ്പെടുന്ന രക്തകോശം. ഫാഗോസൈറ്റ് എന്നും അറിയപ്പെടുന്ന രക്തകോശം മോണോസൈറ്റ്. മോണോസൈറ്റ് ആണ് ഫാഗോസൈറ്റ് എന്നും അറിയപ്പെടുന്ന രക്തകോശം. മെൻഡലിയേവ് ആവർത്തന പട്ടിക ആവിഷ്കരിച്ച വർഷം. മെൻഡലിയേവ് ആവർത്തന പട്ടിക ആവിഷ്കരിച്ച വർഷം 1869. 1869 മെൻഡലിയേവ് ആവർത്തന പട്ടിക ആവിഷ്കരിച്ചത്. മോസ്ലി ആധുനിക ആവർത്തന പട്ടിക ആവിഷ്കരിച്ച വർഷം. മോസ്ലി ആധുനിക ആവർത്തന പട്ടിക ആവിഷ്കരിച്ച വർഷം 1913. 1913 മോസ്ലി ആധുനിക ആവർത്തന പട്ടിക ആവിഷ്കരിച്ചത്. ഏറ്റവും ഭാരം കൂടിയ പ്രകൃതിദത്ത വാതകമൂലകം. ഏറ്റവും ഭാരം കൂടിയ പ്രകൃതിദത്ത വാതകമൂലകം റാഡോൺ. റാഡോൺ ആണ് ഏറ്റവും ഭാരം കൂടിയ പ്രകൃതിദത്ത വാതകമൂലകം.
കുളയട്ടയുടെ ശരീരത്തിൽ രക്തം കട്ട പിടിക്കാതിരിക്കാൻ കാരണമായ പദാർത്ഥം. കുളയട്ടയുടെ ശരീരത്തിൽ രക്തം കട്ട പിടിക്കാതിരിക്കാൻ കാരണമായ പദാർത്ഥം ഹിറുഡിൻ. ഹിറുഡിനാണ് കുളയട്ടയുടെ ശരീരത്തിൽ രക്തം കട്ട പിടിക്കാതിരിക്കാൻ കാരണമായ പദാർത്ഥം. ഇത്രയുമാണ് ചോദ്യങ്ങൾ. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.